Hello guys, welcome to my channel The Wandering Dentist. ഇന്നത്തെ വീഡിയോ മാവിക് മിനി പറഞ്ഞതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ടിപ്പ് നമ്പർ 1, നമ്മൾ എപ്പോഴും ഔട്ട്ഡോർ തന്നെ ചൂസ് ചെയ്യുക. ഔട്ട്ഡോർ ചൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം നമ്മളിത് ഫെമിലിയർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറത്തുമ്പോൾ ക്രാഷ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓപ്പൺ എയർ ആണെങ്കിൽ ക്രാഷ് ചാൻസ് വളരെയധികം കുറഞ്ഞു കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ്, ഡ്രോൺ ക്യാമറ എപ്പോഴും ഓപ്പറേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കൺട്രോള് പ്രിസൈസ് ആയിരിക്കും. റൈറ്റിലേക്കാണെങ്കിൽ ഡ്രോണും റൈറ്റിലേക്ക് പോകും, ഓപ്പോസിറ്റ് ആണെങ്കിൽ നേരെ നമ്മൾ റൈറ്റിലേക്ക് കൊടുക്കുമ്പോൾ ഡ്രോൺ റൈറ്റിലേക്ക് പോകും. അത് നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ കൺട്രോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എപ്പോഴും ക്യാമറ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വെക്കുക. അടുത്ത ടിപ്പ്, എപ്പോഴും ഒന്നിക്കൽ കയ്യിലോ ഇല്ലെങ്കിൽ ലാൻഡിംഗ് പാഡിലോ വെച്ചിട്ട് ടേക്ക് ഓഫ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിലത്തൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ പൊടി കയറിയിട്ട് ഡ്രോണിൻ്റെ ഗിംബലിനൊക്കെ കേടുവരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. റിമോട്ടിൻ്റെ ആൻറ്റിനേൻ്റെ ടിപ്പ് ഡ്രോണുമായിട്ട് ഫേസ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പിൻഭാഗത്താണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. കൂടുതലായിട്ടും ഉള്ള റേഞ്ചിൻ്റെ ഇത് വരുന്നത് അതിന് പിന്നിലൂടെയാണ്. നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ബിഗിനറിന് ഏറ്റവും നല്ലത് ഈ സിനി സ്മൂത്ത് മോഡാണ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്തുള്ള മൂവ്മെൻറ്റ് കുറവായിരിക്കും. സ്പോർട്സ് മോഡാണെങ്കിൽ വളരെ പെട്ടെന്നായിരിക്കും അതിൻ്റെ ആക്ഷൻ. കണ്ടില്ലേ, പെട്ടെന്ന് തൊടുമ്പോഴേക്കും അത് ആക്ഷൻ തട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പരമാവധി ഇതിൻ്റെ ലാൻഡിങ് കൈ കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് ഈ പാഡ് ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.